ഒരു 10-20 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ കറണ്ടില്ല കേട്ടോ, വെള്ളത്തിന് സൗകര്യമില്ല കേട്ടോ, കൂലിപ്പണിയെടുക്കാത്ത വീട്ടുകാരില്ല കേട്ടോ. നമ്മുടെ ഉപ്പയും ഉമ്മയും അതാ 40 വയസ്സിലേക്ക് കടന്ന ഈ പാവപ്പെട്ട എന്നെ 40 കൊല്ലം മുമ്പ് എന്റെ ഉമ്മ എത്ര വേദന സഹിച്ചിട്ടാണ് പ്രസവിച്ചത്. അന്ന് ഉമ്മാക്കൊരു നല്ല ഹോസ്പിറ്റൽ ഉണ്ടായിട്ടുണ്ടോ? അന്ന് നല്ലൊരു മരുന്ന് കിട്ടിയിട്ടുണ്ടോ? മഴ കൊള്ളാത്തൊരു നല്ല വീട്, എന്തെല്ലാം പ്രയാസങ്ങൾ സഹിച്ചിട്ട് നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കുമെന്ന മട്ടത്തിൽ അവർ ഏത് കാറ്റിലും കോളിലും തണുപ്പിലും ചൂടിലും നമ്മെ ചേർത്ത് പിടിച്ചില്ലേ മോനെ? ആ ഉമ്മയുടെ പവറൽ, ആ ഉമ്മയുടെ വില അത് പറഞ്ഞാ തീരുമോ? അതുകൊണ്ടല്ലേ മുത്തുനബി പറഞ്ഞത്, ഉമ്മാന്റെ കാലടി കീഴിലാണ് സ്വർഗോ. നീ എത്ര വലിയ ഖാദി ഖുദാത്തായിട്ട് കാര്യമില്ല, നീ മക്കത്ത് പോയിട്ട് കൊല്ലങ്ങളോളം ഇത്തികാഫിരുന്നിട്ട് കാര്യമില്ല. നിന്റെ ഉമ്മാന്റെ പൊരുത്തം നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ സ്വർഗം കാണൂല, ഒരു ദ്വയം അല്ലാഹു സ്വീകരിക്കൂല. എരുമാട്ടുകാരനായ പാവപ്പെട്ട എന്നെ സ്നേഹത്തോടെ ചെറിയ പറമ്പ് മഖാമുറൂസിലേക്ക് വാലിന് വിളിച്ചു. ഞാൻ വലിയ വാല് പറയുന്ന മൊയിലാരാണ്, പക്ഷേ എന്റെ ഉമ്മാന്റെ മുമ്പിൽ പോയിട്ട് ഞാൻ എന്ത് വാല് പറയാനാണ്? അതുകൊണ്ട് എന്റെ ശാതുലിക്ക് എന്നെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ എരുമാട്ട് പോയിട്ട് ഉമ്മയെ കണ്ടിട്ട് വരാ. അല്ലാഹുവേ, ആ തൗഫീഖ് നീ നിലനിർത്തണം റഹ്മാനെ. ഓ ചെറുപ്പക്കാരെ, ഉമ്മാനെ മറികടക്കാനുള്ളൊരു മരുന്ന് ഈ ലോകത്ത് ഒരു ഇമാമും കണ്ടുപിടിച്ചിട്ടില്ല. രണ്ടാമത്തെ സ്ഥാനം അതെ, ഉമ്മയും ഉപ്പയും സമം തന്നെ. നമ്മുടെ ഉപ്പമാര് നമ്മളോട് ഗൗരവം കാണിച്ചവരായിരിക്കാം, നമ്മെ ശകാരിച്ചവരായിരിക്കാം, ചിലപ്പോൾ ചെറിയ അടിയൊക്കെ ലഭിച്ചവരായിരിക്കാം. ഇന്ന് എന്തൊരു സൗകര്യം നമ്മുടെ നാട്ടിലുണ്ട്, എത്ര ഹോസ്പിറ്റലുകളുണ്ട്, എത്ര കാറ് നമ്മുടെ വീട്ടിന്റെ മുമ്പിലുണ്ട്, എങ്ങനത്തെ മനോഹരമായ വീട്ടിൽ നമ്മൾ താമസിക്കുന്നുണ്ട്. 40 കൊല്ലം മുമ്പ് എനിക്ക് ജന്മം നൽകിയ കാലത്ത് എന്റെ പൊന്നുമ്മയും എന്റെ ഉപ്പയും താമസിച്ച വീട് എങ്ങനെയുള്ള വീടാണ്? അന്നെന്റെ ഉപ്പ കൂലിപ്പണിയെടുക്കുന്ന മനുഷ്യനല്ലേ? നിങ്ങളുടെ ഉപ്പമാര് പലരും കൂലിപ്പണിയെടുക്കുന്നവരല്ലേ? അല്ലാ, ആ കഷ്ടപ്പാടുകൾക്കിടയിൽ അവര് നിസ്കാര ഖലാക്കിയില്ലല്ലോ. എത്ര പാടത്താണ്, എത്ര കണ്ടത്താണ് അവർ അധ്വാനിച്ചത്, എത്ര തോട്ടത്താണ് അവര് മരം പൊറുത്തത്, എത്ര തോട്ടമാണ് അവര് കളച്ചു മറിച്ചത്, എത്രയാണ് അവര് നെല്ലുണ്ടാക്കിയത്, എത്രയാണ് അവര് വലിയ വലിയ ജോലിയെടുത്തത്. അല്ലാ, ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ പിറ്റേന്ന് നമ്മള് പട്ടിണിയല്ലേ മോനെ? മുട്ടുവേദനയുള്ള ഉപ്പ, തലവേദനയുള്ള ഉപ്പ, ഒന്ന് ആഗ്രഹത്തോടെ നിവർന്ന് കിടക്കണം, ഒന്നിന്ന് റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിച്ചാൽ അവരെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പുകച്ചിലാണ്. നാളെ ഞാൻ എന്റെ മുട്ടുവേദന കാരണം, അല്ലെങ്കിൽ എന്റെ തലവേദന കാരണം ഞാനൊന്ന് റെസ്റ്റ് എടുത്താൽ പറക്ക പറ്റാത്ത എന്റെ മക്കൾക്ക് വൈകുന്നേരം ഭക്ഷണം കൊടുക്കാൻ എന്തുണ്ട്? നമ്മളെ പോലെ മുട്ടിന് ഹോസ്പിറ്റലുകളില്ല, വാഹനമില്ല, പാലങ്ങളില്ല. ആ കഷ്ടപ്പാടിന്റെ ലോകത്ത് അവര് കൂലിപ്പണിയെടുത്ത് നമ്മളെ പോറ്റിയില്ലേ? അതാ നമുക്ക് വേദന വന്നപ്പോ അവര് നമ്മളെ ചേർത്ത് പിടിച്ചില്ലേ? നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? നമുക്ക് വേണ്ടി ഉറക്കം ഒഴിഞ്ഞില്ലേ? ആ ഉപ്പയെ മറന്നുകൊണ്ട് ഞാനും നീയും എന്ത് നേടാനാ?